ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. IT സെക്ടറുടെ വീഴ്ച ഇന്ന് രാവിലെ ആദ്യ സെഷനിൽ നമ്മുടെ മാർക്കറ്റിനെ നന്നായി താഴെ കൊണ്ടുപോയെങ്കിലും പിന്നീട് മാർക്കറ്റിൽ നല്ല റിക്കവറി കാണാനിടയായി. നമുക്ക് ചാർട്ട് പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പ് ഇന്നൊരു ടോപ്പിക് സംസാരിക്കാനുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ വന്നൊരു ക്വയറിയുടെ അടിസ്ഥാനത്തിലാണ്. ലോങ് ടേമിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യാം, പ്രോഫിറ്റിലായതിനു ശേഷം സ്റ്റോക്കുകൾ താഴെ പോകുന്നത് കണ്ടിരിക്കേണ്ടി വരുന്നു, ഇതെങ്ങനെ തരണം ചെയ്യാം, ഇതുപോലുള്ള 3 എൻക്വയറി ആയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ടോപ്പിക്ക്. എല്ലാവർക്കും അറിയാം, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ 2 തരം നമ്മൾ പറയാറുണ്ട്. ഈ ലോങ് ടേം വ്യൂ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും താൽക്കാലികമായി ഒരു ഏണിങ്സ് അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല. ലോങ് ടേമിൽ മിക്ക സമയത്ത് നമ്മൾക്ക് വേണ്ടി വരുന്നത് വളരെ ലോങ്ങിലെ ഒരു 5 വർഷം 10 വർഷത്തിന് ശേഷം ഒന്നിക്കൽ റിട്ടയർമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെ പഠനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീടായിരിക്കാം, അല്ലെങ്കിൽ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു വെഹിക്കിൾ എടുക്കുന്നതായിരിക്കാം. ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ ഗ്രോത്ത്, ലോങ് ടേമിലേക്ക് എത്രത്തോളം കമ്പനി വളരും എന്നുള്ള ആ ഒരു മൾട്ടിബാഗർ റിട്ടേൺ ആണ് ആളുകൾക്ക് കിട്ടാൻ പോകുന്നത്. മറ്റൊന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് എഫക്റ്റ്. അതായത് ഒരു 15% CAGR വളരുന്ന ഒരു കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ഏത് അസറ്റ് ആണെങ്കിലും 15 CAGR എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കാണാൻ പറ്റും. CAGR കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ വലിയ റിട്ടേൺ ആയിട്ട് മാറും. ഓരോ വർഷവും 15% പ്ലസ് 15% അങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന ഒന്നാണ് CAGR. അല്ലാതെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട്, ഫ്ലാറ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു റേറ്റ് അല്ല. ഈ CAGR എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് റിട്ടേൺ ആണ്. CAGR എന്ന് നമ്മൾ പറയുന്നത് കോമ്പൗണ്ടിങ് റിട്ടേൺ ആണ്. അതായത് 5 വർഷത്തിൽ നമുക്ക് ഒരു 15% കോമ്പൗണ്ട് റിട്ടേൺ എന്ന് പറയുന്നത് 5 വർഷത്തിന് ശേഷം ഒരു ഫ്ലാറ്റായി നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ 101% ആയിരിക്കും. സാധാരണ 15 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാം 75%, അല്ലെ? 75% റിട്ടേൺ അല്ല. അപ്പം CAGR റിട്ടേൺ വളരെ മാജിക്കലാണ്. എത്ര വർഷങ്ങൾ കൂടുന്നോ അത്രയും അതിൻ്റെ പെർസെൻറ്റേജ് കൂടിക്കൊണ്ടേയിരിക്കും. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർക്കാണ് ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് കിട്ടാവുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഒരു സ്റ്റോക്ക് എടുത്തു, ഇന്നത് 300 രൂപയിൽ ട്രേഡ് ചെയ്യുന്നു. അയാൾ എടുത്തത് 30 രൂപയാണെന്ന് കരുതാം. ഇന്ന് 300 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക്, അയാൾ ഓൾറെഡി 10 മടങ്ങ് ലാഭത്തിലാണ്, അല്ലേ? ഇനി ഇന്നത്തെ വില വെച്ചിട്ട് നമ്മൾ ആ സ്റ്റോക്കിനെ നോക്കും. എന്നിട്ട് നമ്മൾ നോക്കുക ഒരു 10% വളരാൻ വേണ്ടി കാത്തു നിൽക്കുന്നതെന്ന് കരുതാം. അപ്പോൾ ഇന്നത്തെ റേറ്റിൽ 300 രൂപയുടെ 10% എന്ന് പറയുന്നത് 30 രൂപയാണ്, അല്ലേ? അപ്പം ഇവിടെ 10% 30 രൂപ കയറുമ്പോൾ അയാൾക്ക് എത്ര ശതമാനം കയറും? വീണ്ടും 100% കയറും, അല്ലേ? അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 30 രൂപയാണ്. ഇവിടെ 30 രൂപ കയറുമ്പോൾ അദ്ദേഹത്തിന് സത്യത്തിൽ ഇവിടെ 10% മാത്രമേ സ്റ്റോക്ക് കയറിയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് പ്രകാരം അത് 100% കയറി. ആ ഒരു ഇത് മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ ലോങ് ടേമിൽ കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. കൂടുതൽ ഡീപ്പായി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അതേപോലെ കോമ്പൗണ്ടിങ് റിട്ടേൺ കിട്ടും, റീഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നതുകൊണ്ടാണ് ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് വരുന്നതെന്ന് പറഞ്ഞു. ഇനി ലോവർ ടാക്സ് റേറ്റ്, അതായത് കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ട് ടേമിൽ നമ്മൾ ഒരു ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് റേറ്റ് കൂടുതലായിരിക്കും. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ടാക്സ് വളരെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതേപോലെ തന്നെ കാര്യമായിട്ടുള്ള സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. ഷോർട്ട് ടേമിൽ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷനോ അല്ലെങ്കിൽ വോളറ്റാലിറ്റി ഒന്നും കണ്ട് നമ്മൾ ഒരിക്കലും സ്ട്രെസ്ഡ് ആവേണ്ട ആവശ്യമില്ല ഈ ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം. കാരണം അദ്ദേഹത്തിന് വേണ്ടത് ഫണ്ട് വളരെ ലോങ്ങിലാണ്. അപ്പോഴേക്കും കമ്പനിയിൽ ഓരോ വർഷവും കഴിയുമ്പോഴും കമ്പനിയുടെ ഗ്രോത്ത് മാത്രം അദ്ദേഹം ശ്രദ്ധിച്ചാൽ മതി. അത് പിന്നീട് വരുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും നമുക്കൊരു ലക്ഷ്യം വേണം, ഒരു ഫൈനാൻഷ്യൽ ഗോൾ വേണം. അത് നമുക്ക് റിട്ടയർമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വെൽത്ത് ബിൽഡിംഗ് ആയിരിക്കാം, അതുപോലെ ബൈയിങ് ഹൗസ് ആയിരിക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ എഡ്യൂക്കേഷന്, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ മറ്റോ ആയിരിക്കാം. നമ്മളൊരു ടൈം സെറ്റ് ചെയ്യണം ആദ്യം തന്നെ. നമ്മൾ ഇത്ര പീരീഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇന്ന ആവശ്യത്തിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അതിൻ്റെ റിസ്ക് മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ ഏത് തരമായിരിക്കണം. അഗ്രസീവ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഹൈ റിസ്ക് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന റിസ്ക് പൊട്ടൻഷ്യലി ഹൈ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഹൈ റിസ്ക് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ത്രെട്ട് അവിടെ ഉണ്ട്. ചിലപ്പം ആ ക്യാപിറ്റലിന് എന്തെങ്കിലും സംഭവിച്ചേക്കാം. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ റിസ്ക് ഉള്ള ഒരു കാറ്റഗറിയിലാണെങ്കിൽ ഒരു പക്ഷേ ആ കമ്പനി ചിലപ്പം എന്താ പറയുക, ചെറിയ കമ്പനിയിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. വളരെ പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനി നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ കമ്പനി വളർന്നേക്കാം, അതല്ലെങ്കിൽ ആ കമ്പനി ഇല്ലാതായേക്കാം. അപ്പോൾ അത്രയും ഒരു റിസ്ക്കാണ്. നമുക്ക് റിട്ടേൺ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് കമ്പാരിറ്റീവ്ലി ഹൈ റിസ്ക് ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ അഗ്രസീവ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈ റിസ്ക് കാറ്റഗറി എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ്, നാനോ ക്യാപ്പ്, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ്. ഇനി മോഡറേറ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം ഗ്രോത്ത് ഉദ്ദേശിക്കുന്നുണ്ട്, ഒപ്പം ഒരു ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ കൂടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
വലിയൊരു റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊക്കെ റിട്ടേൺ വരും. ആ ഒരു കാറ്റഗറി നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അതിന് മോഡറേറ്റ് ഇൻവെസ്റ്റർ എന്ന് പറയും. ഈ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അഗ്രസീവ് ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ മോഡറേറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന ഒന്നാണ്. അതിൽ തന്നെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം, പല ടൈപ്പ്, പല ക്ലാസ്, അതായത് ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. അത് റിസ്കിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ സംസാരിച്ചതാണ് കഴിഞ്ഞ വീഡിയോയിൽ. അതേപോലെ തന്നെ വളരെ പ്രായം, ഇപ്പം ഓൾറെഡി നമ്മൾ വളരെ ലേറ്റിലാണ്, അതായത് പിന്നെ റിട്ടയർമെന്റ് ഒക്കെ വളരെ അടുത്താണ്, ഇനി ഒരുപാട് കാലം നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യണം, അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന ഒന്നാണ് കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ്. അതായത് വളരെ ലോ റിസ്ക് ആയിരിക്കും അവരെടുക്കുക, കാരണം അവരുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ആണ് അവർ ചെയ്യുന്നത്. കാരണം അവർക്ക് ഓൾറെഡി നല്ല ഫണ്ട് കയ്യിലുണ്ട്, ചെറിയൊരു റിട്ടേൺ കിട്ടണം, പക്ഷേ ക്യാപിറ്റലിനാണ് മുൻഗണന കൊടുക്കുന്നത്. അവർ എടുക്കുന്ന ഒരു രീതിയാണ് ലോ റിസ്ക് കാറ്റഗറി. അത് ഒരു പക്ഷേ ഡെപ്റ്റ് ഫണ്ട് ആയിരിക്കാം, അതുപോലെ തന്നെ കമ്മോഡിറ്റി ഫണ്ട് ആയിരിക്കാം, കമ്മോഡിറ്റീസ് ആയിരിക്കാം, ലൈക്ക് ഗോൾഡ്, അതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം. അതേപോലെ വളരെ കൂടുതലും ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് മാത്രം ഇതുപോലെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി, ഇങ്ങനെയൊക്കെ സമീപനം നടത്തുന്ന ഒരു രീതിക്കാണ് നമ്മൾ ഈ കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം നമ്മൾ പറയും. അതായത് നമ്മളിപ്പോൾ സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ, ഇപ്പം എത്തിക്കൽ നോക്കുന്നവർക്ക് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലാത്തവർ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ETF ഫണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇൻഡെക്സ് ഫണ്ടൊക്കെയാണ്, അതൊക്കെ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. അതുപോലുള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിലേക്ക് ചെയ്യാം, അതായത് ഡൈവേഴ്സിഫൈ ചെയ്യാമെന്നാണ്. ഇതിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് അല്ല, പല ക്ലാസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെക്ടർ ഡൈവേഴ്സിഫിക്കേഷൻ. ഒരു സെക്ടറിൽ തന്നെ FMCG മാത്രം പോയി ഇൻവെസ്റ്റ് ചെയ്യാതെ FMCG, IT, മെറ്റൽ, ഫാർമ, ഇങ്ങനെ ഡിഫറെൻറ്റ് സെക്ടറിലുള്ള ഡിഫറെൻറ്റ് സ്റ്റോക്ക്, നല്ല നല്ല സ്റ്റോക്ക് കണ്ടെത്തിയിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയും കൂടി അവലംബിക്കേണ്ടതാണ്. അതേപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നമുക്ക് ജോഗ്രഫിക്കൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അതായത് US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മറ്റുള്ള ഇന്ത്യക്ക് പുറത്തുള്ള മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് വഴിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതി നമ്മൾ അവലംബിക്കുക. നല്ല ഗ്രോത്ത് ആണ് നമ്മൾ ലക്ഷ്യമിടുന്നതെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ കുറച്ച് മോഡറേറ്റ് റിസ്ക് ഒക്കെ ആണെങ്കിൽ ഇൻഡെക്സ് ഫണ്ടൊക്കെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം, ETF ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ വളരെ നേരത്തെ പറഞ്ഞ പോലെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ച് ആണെങ്കിൽ ബോണ്ട്സ് ഒക്കെ പരിഗണിക്കാം. എത്തിക്കൽ നോക്കുന്നവർക്ക് അത് പറ്റില്ല. പിന്നെ നമുക്ക് റിട്ടയർമെന്റ്, അതായത് ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് ELSS ഫണ്ട്, അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടൊക്കെ അവൈലബിൾ ആണ്. റിട്ടയർമെന്റ് ഫണ്ടൊക്കെ നമുക്ക് പല തരത്തിലുള്ളതുണ്ട്. അതേക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അഡ്വൈസറെ തേടി കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെയുള്ള പല കാറ്റഗറിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വൈഡായി കൊണ്ടുപോകാം. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റെഗുലറായിട്ട് ചെയ്യുക എന്നത്. എന്നും അതായത് SIP ഒക്കെ പോലെ നമ്മൾ ചെയ്യുക, ഫണ്ട് എപ്പോഴും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ രണ്ടാമത് പറയുന്നത് ഡോളർ കോസ്റ്റ് ആവറേജ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്കിന്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റഡ് ആയിരിക്കും അല്ലേ. ഒരു സമയത്ത് വളരെ ഹൈയിലായിരിക്കും, പിന്നെ ഒരു സമയത്ത് താഴെ പോകും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാതെ വേണ്ടിയിട്ട് കുറച്ചായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതാണ് ഈ ഡോളർ കോസ്റ്റ് ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏത് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ആ സ്റ്റോക്ക് നമുക്ക് പല റേഞ്ചിൽ കിട്ടും. അപ്പോൾ നമുക്ക് നല്ലൊരു ആവറേജിങ് ചെയ്യാൻ പറ്റും. അതിനാണ് ആ ഒരു മെത്തേഡ് പറയുന്നത്. അതേപോലെ തന്നെ റെഗുലറായിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, പതിയെ തുടങ്ങുക, കുറച്ചായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യണം. അതായത് എല്ലാ ക്വാർട്ടറിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയുടെ റിപ്പോർട്ട് വരുമ്പോൾ നമ്മളത് വായിച്ച് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ തുറന്ന് നോക്കണം, ക്വാർട്ടർലി എങ്ങനെയാണത് പെർഫോം ചെയ്യുന്നത്, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ആ ഒരു സെക്ടർ പെർഫോമൻസ്, സെക്ടറിൻ്റെ ഇൻഡെക്സ് എടുത്ത് നോക്കുക. നമ്മളിപ്പം എന്നും സെക്ടറൊക്കെ നോക്കി പറയാറില്ലേ. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സെക്ടർ ഒരു 10% കയറിയിട്ടുണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് കയറിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുക. അതുപോലെ റീബാലൻസ് ചെയ്യുക. നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്ക് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് അതിൽ നിന്നും ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ മൊത്തം വിഡ്രോ ചെയ്തിട്ട് മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റുകയോ, വാല്യുവേഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. അതുപോലെ എന്നും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക, ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കുക. അത്യാവശ്യം മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഡെയിലി ബ്രോഡർ ഇൻഡെക്സസ് നോക്കുക, എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഏത് സെക്ടറാണ് പെർഫോം ചെയ്യുന്നത്. ന്യൂസുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അവോയ്ഡ് ഇമോഷണൽ ഡിസിഷൻ. നമ്മൾ ലോങ് ടൈം വ്യൂ ആണെങ്കിൽ മാർക്കറ്റിൽ ചെറിയ ഡൗൺ ടേൺ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വറി ആവാതെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുക. ലോങ് ടൈം വ്യൂവിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതേപോലെ ചോദിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിലായി, പിന്നീട് ഇത് ലോസിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നു.
അതെങ്ങനെ തരണം ചെയ്യാവുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ഇതിന് പോകാൻ വഴിയായിട്ടുള്ളത്. ഫണ്ടമെന്റൽസ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, കമ്പനിയുടെ മാനേജ്മെന്റിന്റെ കമന്ററി കേൾക്കുക. സ്റ്റോക്കിൽ ഇപ്പം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് നന്നായി കയറി പിന്നീട് അവിടെ നിന്ന് ചെറിയൊരു വീഴ്ച വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. ചെറിയൊരു വീഴ്ച വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് വീണതെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഫണ്ടമെന്റൽ റീസൺ അല്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത സ്റ്റോക്ക് എപ്പോഴും അത് കയറി പോകണമെന്ന് തന്നെ നിർബന്ധം പിടിക്കാതെ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മുടെ സ്റ്റോക്ക് ഒന്ന് താഴോട്ടും മുകളിലോട്ടൊക്കെ പോകും. ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അതേപോലെ തന്നെ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുക. ഇൻഡിവിജ്വലായിട്ട് 1-2 സ്റ്റോക്കൊക്കെ ഇപ്പോൾ നമ്മളൊരു 10-15 സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 2 സ്റ്റോക്കൊക്കെ പെർഫോം ചെയ്യില്ല. മറ്റുള്ള 6-7 സ്റ്റോക്ക് പെർഫോം ചെയ്താൽ തന്നെ നല്ലൊരു റിട്ടേൺ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഇനി ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ഗെയിനിലാണ്. ഇനി താഴോട്ട് പോകുമ്പോൾ എന്താണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുക, ലോങ്ങിലേക്ക് നമ്മുടെ വ്യൂ പ്രകാരം ഹോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ സെല് ചെയ്യുക. ഇനി ഫണ്ടമെന്റലിന് കാരണമല്ലാതെയാണ് സ്റ്റോക്ക് താഴെ വരുന്നത്, സ്റ്റോക്ക് അണ്ടർ വാല്യൂയിലേക്ക് കിട്ടുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യുക. മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് സെക്ടറിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്പ്രെഡ് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏകദേശം എല്ലാ സെക്ടറിലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അസറ്റ് ക്ലാസ് നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ റിസ്ക് നമ്മൾ മനസ്സിലാക്കുക. ലോസസ് ഒക്കെ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുക, മനസ്സിലാക്കി വെക്കുക. അപ്പം പോയിന്റ് ഔട്ട് പറയുകയാണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പേഷ്യൻസ്, അതുപോലെ ഡിസിപ്ലിൻ ആൻഡ് ക്ലിയർ സ്ട്രാറ്റജി ഉള്ള ഒരാൾക്കുള്ളതാണ്. അതുപോലെ റെഗുലർലി റിവ്യൂ ചെയ്യുക നമ്മുടെ പോർട്ട്ഫോളിയോ. നമ്മുടെ ഗോളിലേക്ക് എത്തുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മുടെ സ്റ്റോക്കിലുണ്ടോ എന്ന് നോക്കുക. അതായത് ഒരു പക്ഷേ നമ്മളൊരു 15%-20% റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുക, എന്തുകൊണ്ട് ഇത്ര ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. ബ്രോഡ് മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണോ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോക്കിന് മാത്രമാണോ ഈ അവസ്ഥ, ഇങ്ങനെ റിവ്യൂ ചെയ്ത് ആവശ്യമുള്ള ആക്ഷൻ എടുക്കുക എന്നതാണ്. അതേപോലെ സ്റ്റോക്ക്, നമ്മുടെ പോർട്ട്ഫോളിയോ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഫ്ലക്ച്വേഷനൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ്, അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ്. അത് നമ്മൾ എങ്ങനെയായിട്ടും അതിൻ്റെ ഇൻഫോർമേഷൻ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക കോൺഫിഡൻസ് കിട്ടും. ലാസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് നമുക്ക് റിസ്ക് കുറക്കാനുള്ള ഒരു കാരണമാണ്. നമുക്ക് റിസ്ക് കുറക്കണമെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യണം. അതേപോലെ തന്നെ നല്ല ഫണ്ടമെന്റൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രം തിരഞ്ഞെടുക്കുക എന്നതും നമ്മുടെ റിസ്ക് കുറക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇത് ലോങ് ടൈമിന് മസ്റ്റായിട്ട് നമ്മൾ പിന്തുടരേണ്ട കാര്യങ്ങളാണ്. വാരൻ ബഫറ്റിൻ്റെ ഈ ഒരു കോട്ട് ശ്രദ്ധിക്കുക. ഇത് വളരെ കൃത്യമാണ്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് ഒരു ഡിവൈസാണ്. അതായത് എന്തിൻ്റെ ഡിവൈസാണെന്ന് വെച്ചാൽ ഇംപേഷ്യൻ്റ്, അതായത് വളരെ ക്ഷമയില്ലാത്തവരുടെ കയ്യിൽ നിന്നും ക്ഷമയുള്ളവരുടെ കയ്യിലേക്ക് പണം എത്തിക്കുന്ന ഒരു ഡിവൈസ് ആയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത്. ഇതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പൊട്ടൻഷ്യൽ, ലോങ് ടൈമിലേക്ക് ആ കമ്പനിയുടെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയിൽ കിട്ടാവുന്ന മാക്സിമം ഏർണിങ്സ് നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ക്ഷമയില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കാണ് നമ്മൾ മറ്റൊരാൾക്ക് വിൽക്കുന്നത്. അപ്പം അയാളാണ് അത് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അയാൾക്ക് ക്ഷമയുണ്ട്, അയാൾ ഹോൾഡ് ചെയ്തിട്ട് അയാൾ അതിൽ നിന്ന് നല്ല ഏർണിങ്സ് ഉണ്ടാക്കും. ഉദാഹരണത്തിന് ഒരു 10 രൂപയിൽ നിന്നൊക്കെ 1000-2000 രൂപയിലൊക്കെ എത്തിയുള്ള എത്ര സ്റ്റോക്ക് നമുക്ക് കാണാം. അവിടെ 10 രൂപയിൽ വാങ്ങിയിട്ട് 15 രൂപയിൽ വിറ്റ ആളുകളുണ്ടാവും, അല്ലെങ്കിൽ 10 രൂപയിൽ നിന്ന് 8 രൂപ ആയപ്പോൾ വിറ്റ ആളുകളുണ്ടാവും. അപ്പോൾ ക്ഷമയില്ലാതെ അയാൾ വിറ്റു, ലോങ് ടൈം വ്യൂ ആയിരുന്നു, എന്നിട്ടും അയാൾ വിറ്റു. അങ്ങനെ വേറൊരാൾ അത് അവിടെ നിന്ന് 8 രൂപക്ക് വാങ്ങിയിട്ട് അത് 1000 രൂപ വരെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു ക്ഷമയുള്ളൊരു മനുഷ്യനാണ്. അപ്പം ക്ഷമയില്ലാത്ത ആൾ ക്ഷമയുള്ളവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല ഒരു ടൂള് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നത്. ഇത് ഓർക്കുക, ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പ്രത്യേകിച്ചിട്ട് ഓർക്കുക. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഫണ്ടമെന്റലിനും മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഫണ്ടമെന്റൽ സ്ട്രോങ് ആയിരിക്കണം, റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ ചാർട്ട് പരിശോധിച്ച് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 5 മിനിറ്റ്സ് ചാർട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയി അവിടെ നിന്ന് ആദ്യ സെഷനിൽ ഒരു ലോ ഉണ്ടാക്കി, പിന്നീട് അതായത് റിക്കവറിയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. കാര്യമായിട്ടുള്ള ഒരു താഴോട്ട് പിന്നീട് വരിക, അല്ലെങ്കിൽ വളറ്റാലിറ്റി കൂടുതലുണ്ടാവുക ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവിടുന്ന് ഷാർപ്പായിട്ട് മുകളിലോട്ട് പോയത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, കുറച്ച് സ്ലോ ആണെങ്കിൽ പോലും. അപ്പം ഇന്ന് അൺചേഞ്ച്ഡ് ആയിട്ട്, അതായത് എവിടെ നിന്നാണ് ഓപ്പൺ ആയത് അവിടെ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ നിന്ന് നിഫ്റ്റി 50-ൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, പ്രൈസിൽ അൺചേഞ്ച്ഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് മിഡ് ക്യാപ്പ് എടുത്ത് നോക്കാം. നിഫ്റ്റി 50യുടെ ചാർട്ട് ആണെങ്കിൽ ഒന്ന് ഡെയിലി ക്യാൻഡിൽ ഒന്ന് നോക്കാം.
നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസൾട്ടേഷൻ റേഞ്ചിന് താഴെയായിരുന്നു ഇന്ന് പോയിട്ടുണ്ടെങ്കിലും, അതായത് റിക്കവർ ചെയ്തിട്ട് ആ ഒരു റേഞ്ചിൽ തന്നെ ക്ലോസ് ചെയ്തു എന്നത് ഒരു പോസിറ്റീവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു വീക്ക്നെസ്സിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ പോലും ചെറിയൊരു പോസിറ്റീവ് ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അറിയില്ല, നാളെ ഒരു റെഡ് കാൻഡിൽ വരികയാണെങ്കിൽ ഒന്നും കൂടി താഴെ വരും. ഈ ഒരു ഫോള് അല്ലെങ്കിൽ തുടരാനുള്ള സാധ്യത നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. നമുക്കിത് റിവേഴ്സിൽ നിന്നൊന്നും പറയാനായിട്ടില്ല എന്നാണ് ചുരുക്കം. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നോക്കൂ, ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഇന്നും ക്ലോസ് ചെയ്തിരിക്കുന്നത്. കുറേ താഴെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് തിരിച്ച് കയറി ആ ഒരു ഏരിയയിൽ തന്നെയാണ് മിഡ് ക്യാപ്പ് ആദ്യ സെഷനിൽ നല്ലൊരു ഫോളോ ഒക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ട്. അത് എനിക്കൊന്ന് 1% മുകളിലൊക്കെ ഫോളോ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഓപ്പൺ ആയിട്ടുണ്ടാവുക. അതെ, 1% മുകളിലൊക്കെ നെഗറ്റീവായിരുന്നു ഇന്നത്തെ ക്ലോസിംഗ് നിന്ന്. പിന്നെ അവിടെ നിന്നാണ് റിക്കവർ ചെയ്തിട്ട് 0.15% പോസിറ്റീവിലാണ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ തീർത്തും വ്യത്യസ്തമല്ല, ആ ഒരു സോണിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. ഒരു ബോറിംഗ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഓൾറെഡി പോർട്ട്ഫോളിയോയിലെ സ്റ്റോക്കിലൊന്നും കാര്യമായ നേട്ടങ്ങൾ എടുത്ത് ഷോർട്ട് ടൈമിൽ നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം മാർക്കറ്റ് ഉള്ളത്. ഇനി വിക്സ് നോക്കുകയാണെങ്കിൽ 3% ഒരു ഹൈ ആണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വോളറ്റാലിറ്റിക്ക് ഒരു സൂചന തന്നെയാണത്. മാർക്കറ്റിൽ അങ്ങനെ ഒരു അസ്ഥിരത തുടരുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ആ റേഞ്ചിൽ നിന്ന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 0.18% നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. IT ഇൻഡെക്സ് ആണ് ഇന്ന് നല്ലോണം വീണുപോയത്. നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. അതേപോലെ തന്നെ സപ്പോർട്ടിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, പക്ഷെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിനും താഴെയാണ്. അപ്പം IT നോക്കുകയാണെങ്കിൽ ഇന്നലെ നാസ്ഡാക്കിൽ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച 1.28% US മാർക്കറ്റിലെ നാസ്ഡാക്കിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച ഇന്ന് ITക്ക് ശരിക്കും സ്വാധീനിച്ചു തന്നെ വേണം മനസ്സിലാക്കാൻ. IT ഇപ്പം ഒരു ഈ ഒരു സപ്പോർട്ടിന് താഴെ വീണത് ഒരു ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് റിവേഴ്സിൽ വന്ന് ഈ ഒരു ഏരിയക്ക് മുകളിൽ എത്തുവോളം നമുക്ക് ഇതിനകത്തൊരു സെന്റിമെന്റ്സ് നെഗറ്റീവായിട്ട് കാണാൻ പറ്റും. ഫാർമ സെക്ടർ ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു മാർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് 0.74% ഹൈയോട് കൂടിയാണ് ഇന്ന് മാർക്കറ്റിൽ ഫാർമ സെക്ടർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. FMCGയിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റിവേഴ്സലിന്റെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ ക്ലോസ് ചെയ്യാതെ നമുക്കിപ്പോൾ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും പോസിറ്റീവ് കാൻഡിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് FMCGയിൽ. ഓട്ടോയിൽ ഇന്ന് ചെറിയൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. 0.29% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. റിയാലിറ്റിയിൽ ഇന്ന് 0.24% നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. ഇത് റെഡ് കാൻഡിലാണ് ശരിക്കും ഗ്രീൻ ആയിട്ട് നമുക്ക് കാണുമെങ്കിലും, കാരണം താഴെ ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഇത് ഗ്രീൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. 0.24% നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. മെറ്റലിൽ ഇന്ന് ചെറിയൊരു റിക്കവറി കാണാനിടയായിട്ടുണ്ട്. 0.47%, അതായത് 0.5% ഒരു ഗെയിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സാധാരണ കാണാൻ പറ്റുന്ന ഒരു റിട്രേസ്മെന്റ് മാത്രമാണ്. റിവേഴ്സൽ ഒന്നും നമുക്ക് പറയാനായിട്ടില്ല. ഇതേപോലെ തന്നെ മീഡിയ ബിയറിഷ്നെസ് തുടരുകയാണ്. ഇന്ന് 0.07% ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. നമുക്ക് വരും ദിവസങ്ങളിലെ കാൻഡിൽ നോക്കുക. ചിലപ്പോൾ ഒരു ചെറിയ റിട്രേസ്മെന്റ് വന്നിട്ട് വീണ്ടും താഴോട്ട് പോയേക്കാം, കണ്ടറിയണം. എന്തായാലും ഗോൾഡ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത് 0.27% ഒരു പോസിറ്റീവോട് കൂടിയാണ്. USD INR നോക്കുകയാണെങ്കിൽ വീഴ്ച തുടരുകയാണ്. നമ്മുടെ റുപ്പിയുടെ വീഴ്ച തുടരുകയാണ്. ഇപ്പോൾ 85.56 ആണ് ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് റുപ്പിയുടെ നിലവാരം. ഡൗ ജോൺസ് ഇന്നലെ 0.97% ലോസ് ആണ് രേഖപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെ US S&P 500 1% മുകളിലുള്ള ലോസ് ആണ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നത്. ഹെൽത്ത് കെയർ സെക്ടർ ഇന്ന് 0.39% ഒരു പോസിറ്റീവാണ്. ഇപ്പം ഏകദേശം ഇതിൻ്റെ റെസിസ്റ്റൻസ് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ അവസാനത്തെ ട്രേഡിംഗ് സെഷൻ ആയിരുന്നു ഇന്ന്. FII 4645 കോടിയുടെ സെല്ല് നടത്തി. DI അതേപോലെ തന്നെ ഓൾമോസ്റ്റ് ആ ക്വാണ്ടിറ്റി 4546 കോടിയുടെ, അതായത് 4546 കോടിയുടെ ബൈയിങ് ആണെന്ന് DI രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റി 50യുടെ ചാർട്ട് നോക്കാം. സ്റ്റോക്ക് നോക്കാം. 26 സ്റ്റോക്ക് ഇന്ന് നിഫ്റ്റി 50യിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ 24 സ്റ്റോക്ക് ഇന്ന് നെഗറ്റീവ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ്, ONGC, കോട്ടക് മഹീന്ദ്ര, ട്രെൻഡ്, കോൾ ഇന്ത്യ, ITC ഒക്കെയാണ്. ലോസ് കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദാനി എന്റർപ്രൈസസ്. ഇന്നത്തെ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കണം. ടാറ്റ, ടെക് മഹീന്ദ്ര, അതേപോലത്തെ TCS, IT സെക്ടർ, ഇൻഫോസിസ്, ശ്രീറാം ഫിനാൻസ്, ICICI ബാങ്ക്, ഇതൊക്കെയാണ് ഇന്ന് കൂടുതൽ ലോസ് രേഖപ്പെടുത്തിയിട്ടുള്ള കമ്പനി. NSE ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓവറോൾ കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1572 കമ്പനികളിൽ നിന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആയപ്പോൾ 931 കമ്പനി ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൽക്കാലം ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ന്യൂ ഇയർ.